അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലായിരുന്നു ഒരു മഴ വന്നത്. രാജസ്ഥാനില് മഴയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ പരം സന്തോഷമില്ല. അപ്പം പെട്ടെന്ന് മഴ വന്നു. അപ്പം നോക്കിയപ്പോൾ ഭയങ്കര കാറ്റും ഭയങ്കര മഴയും ഒക്കെ ആയിരുന്നു. അത്യാവശ്യം ഒരു സൈഡിൽ നല്ല മഴ, ഒരു സൈഡിൽ കാറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും മഴയായി. നല്ല രീതിയിൽ മഴയായി. പിന്നെ നമ്മുടെ ഈ മൗണ്ടൻ ഒന്നും കാണുന്നില്ല. നല്ല രീതിയിൽ മഴയായി. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം പെട്ടെന്നാണ് ക്ലൈമറ്റ് ഒരു ഹാഫ് ആൻ അവറിന് ശേഷം പോയത്. വന്ന മഴ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ കാണുന്നത് ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ആകാശമൊക്കെ ഏകദേശം ക്ലിയറായി. അങ്ങനെ വെളിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു സാധനം കാണുന്നത്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടയ്ക്കോട്ട് പോയി. ഇപ്പോൾ ഈ ഇങ്ങനെ കർത്താവൊക്കെ ഇറങ്ങി വന്നു എന്നൊക്കെ പറയത്തില്ല, ആ മാതിരി ഫീലായിരുന്നു ക്ലൗഡ് കണ്ടപ്പോൾ. എൻ്റെ പൊന്നേ, എത്രയോ നാളുകൾക്ക് ശേഷം എന്നറിയാം ഒരു റെയിൻബോ കാണുന്നേ. അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കവേ. ആദ്യം ഇത് ഭയങ്കര ചെറുതായിട്ടായിരുന്നേ. പിന്നെ ഇത് ഇച്ചിരി ആയപ്പോൾ തൊട്ട് ഇത് നീണ്ട് 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 പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഒരു 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 വൈബൊക്കെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഇത്രയും നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ സ്കൈയെ ഇങ്ങനെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് വാസ് ടു 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 ഗുഡ്. ഒരു ആ മഴവില്ലൊക്കെ ഇങ്ങനെ, ഇത് എനിക്ക് എത്രത്തോളം ഫോണിൽ എടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ആ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊന്ന് മഴവില്ല് കാണണമെന്ന്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-29 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ യു ഗോട്ട് മൈ ഏജ് റൈറ്റ്. അപ്പം ഐ വാസ് സോ ഹാപ്പി. എനിക്ക് എനിക്ക് താഴെ എന്ന് വെച്ചാൽ ടെറസിൻ്റെ ഒന്നും മണ്ടിക്കൊന്നും എനിക്ക് വെളിയിലോട്ട് താഴോട്ട് വരാൻ പോലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഓരോ മിനിറ്റ് സമയം അനുസരിച്ച് ഇത് ക്ലൗഡിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു.